മന്ത്രിമാരെ റെയിൽവേ സ്റ്റേഷനിൽ അയച്ച് ഒളിയാക്രമണം നടത്തി, ഗുണ്ടാ മോഡൽ ആക്രമണം നടത്തിയിട്ട് ഭയപ്പെടുത്താനാണ് ഭാവമെങ്കിൽ അതിശക്തമായ നിലയിൽ തിരിച്ചടിക്കാൻ ഞങ്ങൾ നിർബന്ധിക്കപ്പെടും എന്നാണ് ഇത്തരം ക്രിമിനൽ സംഘങ്ങളോട് ഡിവൈഎഫ്ഐക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഞങ്ങൾ ഒരു തരത്തിലും ഏകപക്ഷീയമായ ഒരാളെയും ആക്രമിക്കാറില്ല. പക്ഷെ ഈ നിലയിൽ കേരളത്തിലെ മന്ത്രിമാരെ, കേരളത്തിലെ ജനപ്രതിനിധികളെ തെരുവിലിറങ്ങി നടക്കാൻ നിങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് ഇമാതിരി ഗുണ്ടായുസവുമായിട്ട് മുന്നോട്ട് വന്നാൽ നാളെ നിങ്ങളുടെ നേതാക്കന്മാർ ഈ റോഡിലിറങ്ങി നടക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന രൂപത്തിലേക്ക് ഡിവൈഎഫ്ഐ അതിശക്തമായ ഇടപെടൽ നടത്താൻ തയ്യാറാവും. ഞങ്ങൾ എന്തെങ്കിലും തരത്തിൽ സമാധാനം ഇല്ലാതാക്കാൻ ഉള്ള ആഹ്വാനമല്ല. പക്ഷേ സമാധാനത്തിന് ഈ ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്, ക്ഷമിക്കുന്നതിനും ഒരതിരുണ്ട്. കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള തമ്മാടിത്തം, ഒരു വനിതാ മന്ത്രിയുടെ വീട്ടിൽ കടന്നു കയറിയിട്ട് കള്ളന്മാരെ പോലെ കടന്നു കയറിയിട്ട് റീത്ത് വെക്കുക, ഈ ക്രിമിനൽ സംഘം എന്തെല്ലാം തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ്സുകാരന്റെ വീട്ടിൽ നിന്നും പിടിച്ച കഞ്ചാവിന്റെ അളവ് എന്ന് പറഞ്ഞാൽ 5.5 കിലോ ആണ്. 5.5 കിലോ കഞ്ചാവുമായിട്ട് പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന സെക്രട്ടറിയുടെ അനുജൻ പിടിയിലാണ്.